എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ചെയ്യുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് കറിയൊന്നും ഇല്ലാതെ കഴിക്കുന്ന ഇടിയപ്പമാണ്. ഇനി നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഈ ഇടിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ 2.5 കപ്പ് വറുത്ത അരിപ്പൊടി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് നല്ല വെട്ടിത്തിളയ്ക്കുന്ന വെള്ളമാണ്. നല്ല വെട്ടിത്തിളയ്ക്കുന്ന വെള്ളം കറക്റ്റ് അളവിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിലേക്ക് വേറൊന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഇടിയപ്പത്തിനുള്ള പൊടി എടുക്കുമ്പോൾ ഒട്ടും തരിയില്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടി വേണം എടുക്കാൻ. തരിയുള്ള അരിപ്പൊടിയാണെങ്കിൽ ഇടിയപ്പത്തിൻ്റെ കൂട്ട് ഈ അച്ചിൽ നിന്ന് താഴേക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. തരിയുള്ള അരിപ്പൊടിയാണെങ്കിൽ മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം വേണം ഇടിയപ്പത്തിന് എടുക്കാൻ. 2.5 കപ്പ് അരിപ്പൊടിക്ക് ഏകദേശം 2.5 കപ്പ് തന്നെ വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടിയുടെ വ്യത്യാസം അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം. തിളച്ച വെള്ളം ഒഴിച്ച ഉടനെ തന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടാകുന്ന സമയത്ത് ഇതൊന്ന് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചു കൊടുക്കാം. ഇടിയപ്പത്തിൻ്റെ കൂട്ട് ഒരുപാട് തണുക്കുന്നത് വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് തണുത്തതിന് ശേഷം കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇടിയപ്പം അത്ര ശരിയായിട്ട് വരില്ല. ചെറിയ ചൂടോടുകൂടെ കുഴച്ചെങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം കിട്ടുകയുള്ളൂ. ഇടിയപ്പത്തിനുള്ള കൂട്ടിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുഴച്ചെടുക്കുമ്പോൾ അഥവാ വെള്ളം കൂടിപ്പോയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി കൂടെ ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഒരുപാട് വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇടിയപ്പം നല്ല ലെയറായിട്ട് വരില്ല. അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് തേങ്ങ ചിരകിയതാണ്. ഇവിടെ കുറച്ച് തേങ്ങ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതിന് പകരമായിട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇടിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള തട്ടൊന്ന് റെഡിയാക്കിയെടുക്കാം. സാധാരണ 3 ഇഡ്ഡലിത്തട്ടാണ് ഉണ്ടാകാറ്. ഇതിൻ്റെ അടിയിലത്തേതും ഏറ്റവും മുകളിലത്തേതും തട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇടയ്ക്കുള്ള തട്ട് എടുക്കുന്നില്ല. ഇടിയപ്പത്തിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പ് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇടിയപ്പത്തട്ടിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തട്ടിൽ നിന്ന് ഇടിയപ്പം ഇളക്കി മാറ്റാം. ചിലർ എണ്ണയ്ക്ക് പകരം തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാറുണ്ട്. ഇടിയപ്പത്തിന് കുഴച്ചത് 3 ഭാഗങ്ങളാക്കിയിട്ട് ഇതുപോലെ ഒരു ഷേപ്പാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് നിറച്ച് കൊടുക്കാൻ പറ്റും. അതിനുശേഷം ഈ അച്ചൊന്ന് അടച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ ഇഡ്ഡലിത്തട്ടിലേക്ക് ഇടിയപ്പം കുറച്ചാക്കി കൊടുക്കാം. എത്ര വലിപ്പമുള്ള ഇടിയപ്പം വേണം അതിൻ്റെ പകുതി ഈ തട്ടിലേക്ക് ആക്കി കൊടുക്കാം. അതിനുശേഷം ഇതിന് മുകളിലായിട്ട് തേങ്ങ ചിരകിയതും പഞ്ചസാരയും കൂടിയുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇടിയപ്പം ഇതുപോലെ ആക്കി കൊടുക്കാം. നമുക്ക് എത്ര വലിപ്പമുള്ള ഇടിയപ്പം വേണം അത്രയും ഇതിലേക്ക് ആക്കി കൊടുക്കാം. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. ഇതുപോലെ ചെയ്തു നോക്കിയിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കറിയുടെ കൂടെ ഇടിയപ്പം കഴിക്കുന്നവർ ഈ പഞ്ചസാര ഒഴിവാക്കിയതിന് ശേഷം ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഒരു അപ്പച്ചമ്പ് വെച്ച് അതിൽ വെള്ളം തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇടിയപ്പം ഇറക്കി വെക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റും കൊണ്ട് ഇടിയപ്പം റെഡിയായി കിട്ടും. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.